തോമസ് ഐസക് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ തോമസ് ഐസക്, എത്രത്തോളം പ്രസക്തമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സുപ്രീം കോടതിയിൽ നിന്നും ഒരു റിലാക്സേഷൻ, ഒരു ആശ്വാസം അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചോളം ലഭിക്കുമ്പോൾ പൊതുവെ കാണുന്നത്? ഇതിനെ വിലയിരുത്തേണ്ടത് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കും തോറും BJP-യുടെ നില കൂടുതൽ പരുങ്ങലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. BJP വിചാരിച്ച പോലെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഈ ഒരു പശ്ചാത്തലത്തിൽ കെജ്രിവാള് സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് വരുന്നത് നിശ്ചയമായിട്ടും BJP-ക്ക് ഒരു തിരിച്ചടിയായിരിക്കും. ആം ആദ്മി പാർട്ടി അംഗങ്ങളെ, അനുഭാവികളെ എല്ലാം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വളരെ സജീവമായിട്ട് ഇറക്കുന്നതിന് കെജ്രിവാളിന്റെ സാന്നിധ്യം സഹായിക്കും. ശ്രീ തോമസ് ഐസക്, താങ്കളും EDയുടെ നടപടിക്ക് വിധേയനായിക്കൊണ്ടിരിക്കുന്ന തുടർച്ചയായുള്ള സമൻസുകളൊക്കെ അതേ നേരിടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി ചോദിക്കുകയാണ്. കാരണം ഇതിൻ്റെ കോണ്ടസ്റ്റ്, ഈ കേസുമായി ബന്ധപ്പെട്ട് വൈകിക്കൽ, അറസ്റ്റിൻ്റെ സമയം, ഇതൊക്കെ തന്നെ സുപ്രീം കോടതി ഒരു ആശങ്കയോടുകൂടി അല്ലെങ്കിൽ അതിലൊരു സംശയ നിഴലിലൂടെ ചില ചോദ്യങ്ങൾ, പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ ഈ കേസിൻ്റെ മാനങ്ങൾ എത്രത്തോളം ഉണ്ട് ഈ കേസിൽ? സുപ്രീം കോടതി കേസിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ല. അതെ, മെറിറ്റിലേക്ക് കടന്നിട്ടില്ലെങ്കിലും ഇങ്ങനത്തെ ഇൻട്രീം ബെയിൽ ഒരു PMLA കേസിൽ നൽകിയിരിക്കുന്നതിന് പറഞ്ഞ ന്യായം, ഇങ്ങനത്തെ അറസ്റ്റ് നടപടി ഇലക്ഷനെ സ്വാധീനിക്കാനുള്ള ഒരു ഇടപെടലായിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. സ്വതന്ത്രമായിട്ടുള്ള ഇലക്ഷൻ നടക്കണം, അതിന്റെ പ്രാധാന്യം ജനാധിപത്യ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇൻട്രീം ബെയിൽ നൽകുന്നത്. വളരെ കർശനമായിട്ടുള്ള എതിർപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടും കോടതി മെറിറ്റിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ലെന്ന് പറഞ്ഞാലും മെറിറ്റിലേക്ക് കടന്നിട്ടുണ്ട് ഒരു പരിധി വരെ, പരോക്ഷമായിട്ട്. കാരണം ഇത്തരത്തിൽ ഈ സന്ദർഭത്തിൽ ഒരു അറസ്റ്റ് അത് തെരഞ്ഞെടുപ്പിനെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്റർവ്യൂവിൽ നൽകുന്നു എന്നുള്ളതല്ലേ കോടതി പറഞ്ഞത്. അതുകൊണ്ട് EDയുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള ഒരു കമന്ററി കൂടി ആണ് ഈ ഇൻട്രീം ബെയിൽ വിധി. ശരി, വളരെ നന്ദി ശ്രീ തോമസ് ഐസക് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.